നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അൻവർ ഒരു ഭാഗത്ത് ഭീഷണി മുഴക്കുന്നു, BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു, പിന്നീട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ഇവിടെ പോരാട്ടം CPM ഉം UDF തമ്മിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടയ്ക്ക് നിൽക്കുന്ന അൻവറിന്റെ റോൾ എന്താണ് എന്ന് ജൂൺ 23 നമുക്കറിയാൻ കഴിയൂ. പക്ഷേ ഇപ്പോൾ ഷൗക്കത്തിന് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് പാണക്കാട് കുടുംബത്തിൽ നിന്ന്. UDFന്റെ കൺവെൻഷൻ വേദിയിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ്. അത് UDFന് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാവില്ലേ മാഷേ? കോൺഗ്രസും അതേപോലെ തന്നെ മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമാണ് ശരി. നേരത്തെ വളരെ ആവശ്യകരമായിട്ട് ഈ നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ശക്തമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ സ്ഥാനാർത്ഥി വരുന്നത് വരെയായിരുന്നു അവരുടെ ആവേശം. സ്ഥാനാർത്ഥി വന്ന സമയത്ത് അവർക്ക് ആവേശം ഇല്ലാതായി എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ മുസ്ലിം ലീഗും അതേപോലെ തന്നെ ആര്യാടൻ്റെ കുടുംബവുമായിട്ട് കുറേ കാലമായിട്ട് തന്നെ സംഘർഷാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ശത്രുതയിലാണ്. കാരണം അവർക്ക് പരസ്പരം സ്വീകരിക്കാനായിട്ട് പറ്റുമായിരുന്നില്ല. കാരണം ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവ് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് തന്നെയാണ് കാണുന്നത്. അതല്ലാതെ പാണക്കാട് കുടുംബം എന്ന നിലക്ക് അവരെ കാണാനോ അംഗീകരിക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതിൻ്റെ തുടർച്ചയാണ് ആര്യാടൻ ഷൗക്കത്തിലെത്തുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തും പുരോഗമനപരമായ സ്വഭാവം പുലർത്തുന്ന ഒരാളാണ്. മാത്രമല്ല പാഠം 1 ഒരു വിലാപം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ച് ആ സിനിമയിലൂടെ അദ്ദേഹം മുസ്ലിം സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന അനാചാരത്തെ അല്ലെങ്കിൽ ശൈശവ വിവാഹത്തെ അല്ലെങ്കിൽ അറബി കല്യാണത്തെ എതിർത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ യാഥാസ്ഥികരായ മുസ്ലിങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്ത് സ്വീകാര്യനല്ല എന്ന് നമുക്കറിയാം. ഇത് എങ്ങനെയാണ് മുസ്ലിം ലീഗും അതേപോലെ തന്നെ കോൺഗ്രസ് തമ്മിലുള്ള ബന്ധത്തിൽ പ്രതിഫലിക്കുക എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാനായിട്ട് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് വലിയ വാർത്തയാണ്. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഉയർന്നു വരേണ്ട വിഷയം എന്ന് പറയുന്നത് അൻവർ രാജിവെച്ച സമയത്ത് അയാൾ ഉയർത്തിയ പ്രശ്നമാണ്, അയാൾ ഉയർത്തിയ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. വ്യക്തിപരമായിട്ടുള്ളതും അതേപോലെ തന്നെ രാഷ്ട്രീയവും അതിനകത്ത് പ്രകടമാണ്. കാരണം പിണറായി എന്ന് പറയുന്നത് മാഫിയ തലവനാണെന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ മറ്റും കേന്ദ്രമാണെന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ എന്താ വെച്ചാൽ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്ന് പറയാൻ എല്ലാ കൊള്ളരുതായ്മയും നടത്തുന്നതിന് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്നവനാണെന്ന് പറയുക. ഈ രീതിയിൽ ഭരണകൂടത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയ ഒരു രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് ഇതുവരെയായിട്ടും യഥാർത്ഥത്തിൽ നിലമ്പൂർ എന്ന് പറയുന്ന നിയമമണ്ഡലത്തിൽ ഉയർത്തപ്പെട്ടിട്ടില്ല. പിന്നീട് അയാൾ രാജിവെച്ച സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ മാറി. അത് മാറിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ആ വിഷയങ്ങളല്ല ഉള്ളത്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് തന്നെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഹൈജാക്ക് ചെയ്യപ്പെട്ടതാകട്ടെ ഒന്ന് അൻവറും അതേപോലെ തന്നെ കോൺഗ്രസും തമ്മിലായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത്. അൻവർ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഒരു കാര്യം ഇതാണ്: ആരെയും കണ്ടിട്ടൊന്നുമല്ല ഞാൻ രാജിവെച്ചത്, ആരുടെയും വാലിൽ തൂങ്ങി നടക്കാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങളും അതേപോലെ തന്നെ സതീശനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചീത്തവിളിയും ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയമായിട്ട് ഇതുവരെ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ മറ്റൊരു വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. പാണക്കാട് തങ്ങളുടെ കുടുംബം എവിടെ എന്ന് പറയുന്ന ചോദ്യം. ഇതൊന്നുമല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ വിഷയം വേറെയാണ്. ആ രാഷ്ട്രീയ വിഷയത്തിലേക്ക് ഇതുവരെയായിട്ടും കാര്യങ്ങൾക്ക് കടന്നു വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. UDFനകത്ത് ഉള്ള UDFും അൻവറും തമ്മിലുള്ള പ്രശ്നങ്ങൾ, 2 UDFും അതേപോലെ തന്നെ മുസ്ലിം ലീഗും തമ്മിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ, ആര്യാടൻ ഷൗക്കത്തും അതേപോലെ തന്നെ പാണക്കാട് കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങളെല്ലാം കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു 1-2 ദിവസം കഴിയുമ്പോൾ അത് മാറി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വന്നേക്കാം. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ തന്നെ UDFനാണ് അലോസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. മാഷേ, ഈ തുടക്കത്തിൽ അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഷൗക്കത്ത് ജയിക്കില്ല. ഇത് അൻവർ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പാണക്കാട് കുടുംബം മാറി നിൽക്കുന്നു.
ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണോ നിലമ്പൂർ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ആണെന്നും പറയാം, അല്ലെന്നും പറയാം. എങ്കിൽ പോലും പാണക്കാട് കുടുംബത്തിൻ്റെ സ്വാധീനം കുറേ പേരെ പാണക്കാട് കുടുംബത്തിൻ്റെ കുറേ പേരെ സ്വാധീനിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഇതും കൂടി കണക്കിലെടുത്താണോ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തരുത്, ജോയിയെ നിർത്തിയാൽ മതി എന്നുള്ളൊരു നിലപാട് തുടക്കത്തിൽ തന്നെ അൻവർ സ്വീകരിച്ചത്? അങ്ങനെയാണെങ്കിൽ അൻവർ അല്ലേ ശരി? അല്ല, അൻവർ ആര്യാടൻ ഷൗക്കത്തായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അത് ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഒരുതരം പകപോക്കൽ എന്ന് പറയുന്ന നിലക്ക് ഷൗക്കത്ത് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നാണ് പൊതുവെ നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ ആ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഷൗക്കത്തിൽ ഏത് ചെകുത്താൻ വന്നാലും ഞാൻ UDF സഹായിക്കും, UDF നിൽക്കും എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം വെച്ച കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്നെ UDF ചേർക്കുക എന്നുള്ളതായിരുന്നു. ഒരു അസോസിയേറ്റ് അംഗമായിട്ടെങ്കിലും എന്നെ അതിനൊപ്പം നിർത്തണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന. അതൊക്കെ ഇല്ലാതായി, അതൊക്കെ മുഴുവൻ തകർന്ന് തരിപ്പണമായി. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ ചോദ്യം ഉയർന്നു വന്നിരിക്കാൻ, ഷൗക്കത്തിനെ പരാജയപ്പെടുത്തും അല്ലെങ്കിൽ ഷൗക്കത്ത് തോൽക്കും എന്ന് പറയുന്ന അൻവറിൻ്റെ ആ പ്രഖ്യാപനം എങ്ങനെയാണ് ഇതിൽ പ്രതിഫലിക്കാനായിട്ട് പോകുന്നത്? നമ്മൾ ഈ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഈ നിലമ്പൂരിലെ ഒരു മുസ്ലിം ക്രോഡീകരണം, ശരിക്കും പറഞ്ഞു മുസ്ലിം വികാരത്തിൻ്റെ ക്രോഡീകരണം എന്ന് പറയുന്നത് ഒക്കെ അൻവറും അൻവറിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെയും ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം ആരുടെ കൂടെ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അത് അൻവറിൻ്റെ കൂടെ എന്നാണ് ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം SDPI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അത് അല്ലാത്ത തരത്തിലുള്ളതായിട്ടുള്ള മുസ്ലിം വിഭാഗങ്ങളുണ്ട്. CPIM തന്നെ നിന്നിരുന്ന ചില മുസ്ലിം നേതാക്കൾ, അല്ലെങ്കിൽ CPM തന്നെ ചില മുസ്ലിം, ഇതൊക്കെ ഈ മുസ്ലിമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ആർക്കൊപ്പം ഇപ്പം നിൽക്കുന്നത്, അൻവറിനൊപ്പം നിൽക്കുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. അതിനോടൊപ്പമാണ് അതിൻ്റെ ഒരു ചേരുവക എന്ന നിലയ്ക്ക് ഈ പാണക്കാട് തങ്ങളുടെ അഭാവം എങ്ങനെയായിരിക്കാം മുസ്ലിം ലീഗ് അണികളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ സങ്കീർണമാണ്. ഇപ്പോൾ നമുക്ക് തോന്നുക എന്താണെന്ന് വെച്ചാൽ അവരും കുറേശ്ശെ അൻവറിനൊപ്പമൊക്കെ കൂടിയേക്കാം എന്നാണ്. അങ്ങനെ അൻവറിനൊപ്പം അവരൊക്കെ കൂടി അൻവറുടെ ഒരു ശക്തി എന്ന് പറയുന്നത് കുറച്ചധികം വോട്ട് വാങ്ങിക്കുന്നു. നേരത്തെ തന്നെ ഇതൊന്നും ഇല്ലാതെ 6,000-7,000 വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നത് നേരത്തെ നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നീട് അദ്ദേഹം MLA ആയി. ഏതാണ്ട് 8 വർഷത്തിലധികം അവിടെ പ്രവർത്തിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടിയ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പല കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരെയൊക്കെ സാമ്പത്തികമായിട്ട് സഹായിച്ച് അൻവറിനെ സഹായിക്കുക എന്ന് പറയുന്ന നിലയ്ക്ക് അവർ തിരിച്ചും സഹായിക്കാനായിട്ട് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് കണ്ട ഈ 7,000-8,000 വോട്ടുകൾ എന്നൊക്കെ പറയുന്നത് വർദ്ധിച്ച് 10,000-ന് മുകളിലേക്ക് പോകാനും അത് 15,000 വരെ വേണമെങ്കിൽ രൂപപ്പെടാനും ഉള്ള സാധ്യത നിലവിലുണ്ട്. അതിനോടൊപ്പമാണ് ഈ പാണക്കാട് തങ്ങളുടെ കുടുംബം ആര്യാടൻ ഷൗക്കത്തിനോട് അത്ര യോജിപ്പിലല്ല, അല്ലെങ്കിൽ അത്ര നിരപ്പിലല്ല എന്ന തോന്നലുണ്ടായാൽ വളരെ താഴെത്തട്ടിലുള്ളതായിട്ടുള്ള ചില മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ അതും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അൻവറിനൊപ്പം പോയേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ അൻവർ പറഞ്ഞ സാധനം ശരിയായി വരും. എന്താണ്, ആര്യാടൻ ഷൗക്കത്ത് തോൽക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നതെങ്കിൽ അതിൻ്റെ സാധ്യതകളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കി വളരെ ജാഗ്രതയോടുകൂടി ചിലപ്പോൾ ഇതിനകത്ത് ഇടപെട്ടേക്കാം. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളുടെ ഒഴുക്ക് കുറക്കാനും അത് തടഞ്ഞു നിർത്താനും വീണ്ടും ഷൗക്കത്തിന് വിജയത്തിലേക്ക് കൊണ്ടുവരാനുമൊക്കെ കഴിഞ്ഞേക്കാം വേണമെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. വളരെ മോശമാണ് എന്തായാലും UDFൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിച്ച് CPM പോലും ചിന്തിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെല്ലുവിളിയിൽ ജനകീയനായ ശക്തനായ ഒരു നേതാവായി സ്വരാജ് വരുമ്പോൾ സ്വരാജിൻ്റെ വിജയസാധ്യത അവിടെ കൂടുകയല്ലേ? പാണക്കാട് തങ്ങൾ മാറി നിൽക്കുന്നു, അൻവർ ഇടഞ്ഞു നിൽക്കുന്നു. UDFനകത്ത് തന്നെ ഷൗക്കത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ, പലരും ഷൗക്കത്തിനെതിരാണ് UDFനകത്ത് തന്നെ. അങ്ങനെയാണ് എങ്കിൽ സ്വരാജിനല്ലേ വിജയസാധ്യത കൂടുതൽ? അതെ, നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിൻ്റെ പൊതു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരാജിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ മറ്റൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് ഒന്ന് ഇങ്ങനെ വിലയിരുത്തി നോക്കാം. അതായത്
ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ആയിരുന്നല്ലോ അൻവർ. അതെ. അപ്പം അൻവർ പോകുന്ന സമയത്ത് ഇടതുപക്ഷത്തിനല്ലേ വോട്ട് പോകാൻ സാധ്യതയുള്ളത് എന്നൊരു ചോദ്യം നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ പലരും കമൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി അതിനകത്തുണ്ട് അല്ലേ? ശരിയല്ലേ? ഇടതുപക്ഷത്ത് നിന്ന് ഒരാൾ അയാൾ പോയി കഴിയുമ്പോൾ കൂടുതൽ വോട്ട് പോകേണ്ടത് ഇടതുപക്ഷത്തിൻ്റെതല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. ശരിയാണ്, അങ്ങനത്തെ അത് ശരിയാണ്. പക്ഷേ നമുക്കറിയാം അൻവർ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ച ഒരാളല്ല. ശരി, ഇടതുപക്ഷത്തിന് കുറേ വോട്ട് അവിടെയുണ്ട്. ആ വോട്ടിനൊപ്പം അൻവറുടെ വോട്ടും ഒട്ടിച്ചു വെച്ചപ്പോൾ അവർ ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, അതല്ലാണ്ട് ഇടതുപക്ഷത്തിൻ്റെ വിജയമായിട്ട് ആ വിജയത്തെ ഒരിക്കലും ഇപ്പോഴും കണക്കാക്കാൻ പാടില്ല, മുൻപും കണക്കാക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ അൻവർ പോകുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഉത്തരം ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അങ്ങനെ പോകില്ല എന്നാണ്. ഇടതുപക്ഷവും അൻവറും കൂടി ചേർന്നാണ് അൻവറിനെ വിജയിപ്പിച്ചത്. അതിൽ ഈ അൻവറിൻ്റെ വോട്ട്, അൻവറിനോട് ഒട്ടി നിൽക്കുന്നതായിട്ടുള്ള ആളുകളുടെ വോട്ട് അങ്ങ് പോകും. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുന്ന വോട്ടാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ വോട്ടല്ല അതെന്നുള്ള കാൽക്കുലേഷനാണ് എനിക്കുള്ളത്. ആ വോട്ടുകൾ പോകുന്നുണ്ട്. ആ വോട്ടുകൾ പോകുന്നതിന് പകരമായിട്ട് ഇടതുപക്ഷത്തിന് എന്തെങ്കിലും വോട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകൾ കൃത്യമായിട്ട് കിട്ടുകയും UDFന് കിട്ടുന്ന വോട്ടുകൾ കിട്ടാതെ പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് പൊസിഷനിൽ ഒരാൾ എങ്ങനെയാണ് ജയിക്കുന്നത് എന്ന നമ്മളൊരു നിലപാടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതായത് ഇടതുപക്ഷത്തിന് വോട്ട് കൂടുന്നൊന്നുമില്ല, ഇടതുപക്ഷത്തിൻ്റെ കട്ട വോട്ട് എന്ന് പറയുന്നത് മനസ്സിലായി, അവരുടെ ഒപ്പം കട്ടക്ക് നിൽക്കുന്ന ആളുകളുടെ വോട്ട്, അത് സ്വരാജ് വരുന്ന സമയത്ത് ഒറ്റ വോട്ട് പോലും പോകാതെ അത് ഇടതുപക്ഷത്തിന് കിട്ടും. അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എന്തായാലും ഇടതുപക്ഷത്തിന് കിട്ടും. ഈ ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടിൻ്റെ നിലയിലേക്ക് UDFൻ്റെ വോട്ട് ഉയർന്നു വരികയും അതിനേക്കാൾ മുകളിലേക്ക് UDF എത്തിച്ചേരുകയും ചെയ്യുന്ന സമയത്താണ് UDF വിജയിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ UDFന് അങ്ങനെ കിട്ടേണ്ടതായിട്ടുള്ള ആ വോട്ടുകളിലാണ് വലിയ തരത്തിൽ മലക്കം മറിച്ചിലുകൾ നിൽക്കുന്നു. അതിനെ ഫ്രീസ് ചെയ്യുന്ന പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നു, അതിൽ നിന്ന് ചോർച്ച വരുന്ന അവസ്ഥയിലേക്ക് വരുന്നു.